Good morning. And the topic is income tax return through computer readable media, section 139, subsection 1B. അപ്പോൾ അതിൻ്റെ പേര് തന്നെ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ നമ്മൾ നോർമലി ചെയ്യുന്ന ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഇല്ലാണ്ട് കമ്പ്യൂട്ടർ മെത്തേഡിൽ, അതായത് നമ്മൾ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയാസിൻ്റെ യൂസിലൂടെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡിനാണ് നമുക്കിതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത് വെച്ചാൽ, ദിസ് സബ്സെക്ഷൻ ഇനാബിൾസ് ദ ടാക്സ് പെയർ ടു ഫയൽ ഹിസ് റിട്ടേൺ ടു ഇൻകം ഇൻ കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയ വിത്തൗട്ട് ഇൻ്റർഫേസ് വിത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിത്തൗട്ട് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് ഇല്ലാണ്ട് നമുക്ക് നമ്മളെ ടാക്സിൻ്റെ റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയാസ് ആൻഡ് ഡിവൈസസ്. പിന്നെ സെക്കൻഡ് പോയിന്റ് ബി എന്താ പറയുന്നത് വെച്ചാൽ, such person may or on before the due date furnish a return of income in accordance with such scheme as may be notified by the CBDT in such form, including a floppy, diskette, magnetic, cartridge tape, CD-ROM or any other computer readable media and manner as may be specified in that scheme. സിമ്പിളായിട്ടൊന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ കമ്പ്യൂട്ടർ മീഡിയ ഡിവൈസസിലൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഡിവൈസസ് സച്ച് ആസ് എന്താ പറയുന്നത്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് കാർട്രിഡ്ജ് ടാപ്പ്, CD-ROM, അതിൻ്റെ ഒക്കെ, അതായത് നമ്മളെ കമ്പ്യൂട്ടർ റീഡബിൾ മീഡിയ ഡിവൈസസാണ്, നമ്മളിതിന് യൂസ് ചെയ്യുന്ന ഡിവൈസസാണ് ഈ പറയുന്നത്, അതിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറൊരു കണ്ടീഷൻ എന്താണെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഇതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും എന്തായാലും, നമുക്കറിയാമല്ലോ. ആ ഡ്യൂ ഡേറ്റിന് മുന്നേ ഈ ഡീറ്റെയിൽസൊക്കെ ഈ പറഞ്ഞ ഡിവൈസസിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് വെച്ചാൽ, ഒരു ഡ്യൂ ഡേറ്റിൻ്റെ മുന്നേ, അവർ പറയുന്ന ഡ്യൂ ഡേറ്റിന് മുന്നേ ഇതിനെ പറ്റിയുള്ള ഈ സ്കീമിൻ്റെ കാര്യങ്ങളും, അതായത് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളെല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ് റിട്ടേൺ ഓഫ് ലോസ്, സെക്ഷൻ 139, സബ്സെക്ഷൻ 3. അപ്പോൾ ഇതിലും കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, the assessee should file a return of loss in the same manner as in the case of return income within the time allowed under section 139, subsection 1. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ പറയുന്നത്, assessee should file a return of loss in the same manner. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ റിട്ടേൺ ഓഫ് ലോസ് നമ്മൾ ഫയൽ ചെയ്യണം എന്ന് വെച്ചാൽ വിത്തിൻ ദ ടൈം അലൗഡ് അണ്ടർ സെക്ഷൻ, അതായത് 139 സബ്സെക്ഷൻ 1 ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ആ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഫയൽ ഓഫ് റിട്ടേൺ ഓഫ് ലോസ് നമ്മൾ ചെയ്തിരിക്കണം. ഷുഡ് ഫയൽ എ റിട്ടേൺ ഓഫ് ലോസ്, അതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. സെക്കൻഡിൽ പറയുന്നത് എന്താ, അണ്ടർ സെക്ഷൻ 80 ആൻഡ് അസസി കനോട്ട് ക്യാരി ഫോർവേഡ് ഓർ സെറ്റ് ഓഫ് ഹിസ് ലോസ് എഗെയിൻസ്റ്റ് ഇൻകം ഇൻ ദ സെയിം ഓർ സബ്സീക്വൻറ്റ് ഇയർ അൺലെസ് ഹി ഹാസ് ഫൈൽഡ് എ റിട്ടേൺ ഓഫ് ലോസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 139, സബ്സെക്ഷൻ 3. അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 80 പ്രകാരം എന്താ പറയുക, ഒരു എസ്എസ്സിക്ക് ഒരു സബ്സീക്വൻ്റ് ഇയറിലതോ, അതായത് സബ്സീക്വൻ്റ് ഇയറിലുള്ള ലോസ് എന്താ പറയുക, ക്യാരി ഫോർവേഡ് ചെയ്യാനോ സെറ്റ് ഓഫ് ചെയ്യാനോ പറ്റില്ല സെക്ഷൻ 80 പ്രകാരം, അൺലെസ് ഹി ഹാസ് ഫൈൽഡ് എ റിട്ടേൺ ഓഫ് ലോസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 139, സബ്സെക്ഷൻ 3. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ലാസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാം. അതായത് ഇതിൻ്റെ ലാസ്റ്റിലേക്കുള്ള പോയിന്റ് പറയുന്നത് വെച്ചാൽ, സെക്ഷൻ 139 സബ്സെക്ഷൻ 3 പ്രകാരം ഈ എസ്എസ്സി എന്താ പറയുക, ഒരു റിട്ടേൺ ഓഫ് ലോസ് സെക്ഷൻ 139 സബ്സെക്ഷൻ 3 പ്രകാരം എസ്എസ്സി ഒരു റിട്ടേൺ ഓഫ് ലോസ് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അൺലെസ്, അതായത് ആ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ അണ്ടർ സെക്ഷൻ 80 പ്രകാരം സെയിം ഇയറിലോ ഒരു സബ്സീക്വൻറ്റ് ഇയറിൽ വരുന്ന ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനോ സെറ്റ് ഓഫ് ചെയ്യാനോ പറ്റില്ല. അൺലെസ് he has filed in accordance with the provision of section 139, subsection 3. മനസ്സിലായില്ലേ? പിന്നെ തേർഡ് പോയിന്റ് വരുന്നത് എന്താണെന്ന് അറിയാം, എ റിട്ടേൺ ഓഫ് ലോസ് ഹാസ് ടു ബി ഫൈൽഡ് ബൈ ദ അസസി ഇൻ ഹിസ് ഓൺ ഇൻട്രസ്റ്റ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്ന് വെച്ചാൽ അസസി സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നെ അത് ഫയൽ ചെയ്തിരിക്കണം. ഇനി നാലാമത്തെ പോയിന്റ് വരുന്നത്, ഇൻ പർട്ടിക്കുലർ എ റിട്ടേൺ ഓഫ് ലോസ് മസ്റ്റ് ബി ഫൈൽഡ് ബൈ എൻ അസസി who has incurred a loss under the head profit and gains of business or profession, capital gains and income from the activity of owning and maintaining race horses taxable under the
had income from other sources. അപ്പോൾ ഈ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ റിട്ടേൺ ഓഫ് ലോസ് മസ്റ്റ് ബി ഫൈൽഡ് ബൈ എൻ SSE who has incurred a loss under the head profit and gains or business of profession, capital gains and income from the activity of owning and maintaining raw sources taxable under the head income from other sources. അതായത് എന്താ പറയുക, നമ്മളെ റിട്ടേൺ ഓഫ് ലോസ്, അതായത് നമ്മുടെ റിട്ടേൺ ഓൺ ലോസ് SSE മസ്റ്റ് ബി ഫൈൽഡ്. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് റിസോഴ്സസ് ഇല്ലേ, നമ്മൾ പറഞ്ഞില്ലേ ടാക്സബിൾ. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസും എന്താ പറയുക ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നമ്മൾ ടാക്സബിൾ ആയിട്ടുള്ള ഹെഡാണ്. അപ്പോൾ അതിൽ വരുന്ന ടാക്സബിൾ ആണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പോയിന്റിൽ വരുന്നത് however loss under the head income from house property 71B and unabsorbed depreciation section 32 can be carried forward for set off even though return of loss has not been filed before the due date. ഈ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ലോസ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ലോസും പിന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ സെക്ഷൻ 32, അതായത് അത് നമുക്ക് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈവൻ തോ റിട്ടേൺ ഓഫ് ലോസ് ഹാസ് നോട്ട് ബീൻ ഫൈൽഡ് ബിഫോർ ദി ഡ്യൂ ഡേറ്റ്. അതായത് റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഡ്യൂ ഡേറ്റിന് മുന്നേ ഫയൽ ചെയ്തിരിക്കണം എന്ന്. പക്ഷേ ഈ ഒരു കേസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഒരു കേസിൽ നമ്മൾ റിട്ടേൺ ഓഫ് ലോസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതിൽ വരുന്ന ലോസും അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് ക്യാരി ഫോർവേഡോ ഓർ സെറ്റ് ഓഫ് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ബിലേറ്റഡ് റിട്ടേൺ സെക്ഷൻ 139 സബ്സെക്ഷൻ 4. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇൻ കേസ് എൻ SSE ഹാസ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ വിത്തിൻ ദ ടൈം അലൗഡ് ടു ഹിം ഓർ within the time allowed under a notice under section 142(1), he may furnish the return for any previous year at any time before the expiry of 1 year from the end of the relevant assessment year or before the completion of assessment whichever is earlier. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇൻ കേസ്, അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞല്ലോ എന്തായാലും ഡ്യൂ ഡേറ്റിന് മുന്നേ ഫർണിഷ് ചെയ്യണമെന്ന്, അതല്ലെങ്കിൽ ഫയൽ ചെയ്യണമെന്ന്. അപ്പോൾ ഒരു കേസ് ഇൻ എനി കേസ്, അതായത് ഹി ഹാസ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ വിത്തിൻ ദ ടൈം അലൗഡ് ടു ഹിം ഓർ വിത്തിൻ ദ ടൈം അലൗഡ് അണ്ടർ എ നോട്ടീസ് അണ്ടർ സെക്ഷൻ 142(1). അപ്പോൾ നമ്മൾ ഈ ഫയൽ ചെയ്യാത്ത കേസ് ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ SSE ഈ പറയുന്ന ഡ്യൂ ഡേറ്റിലോ അല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 142 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള നോട്ടീസിലോ എന്താ പറയുക ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയാണ് പറയുന്നത് ഹി മേ ഫർണിഷ് ദ റിട്ടേൺ ഫോർ എനി പ്രീവിയസ് ഇയർ അറ്റ് എനി ടൈം ബിഫോർ ദ എക്സ്പയറി ഓഫ് 1 ഇയർ. അതായത് എന്താ പ്രീവിയസ് ഇയറിൽ എന്താ പറയുക എന്തായാലും ഫർണിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഹി മേ ഫർണിഷ് ദ റിട്ടേൺ ഫോർ എനി പ്രീവിയസ് ഇയർ ആൻഡ് അറ്റ് എനി ടൈം ബിഫോർ ദ എക്സ്പയറി ഓഫ് 1 ഇയർ. എന്നുവെച്ചാൽ പ്രീവിയസ് ഇയറിൽ ഫയൽ ചെയ്യാൻ വേണം, എന്നുവെച്ചാൽ എക്സ്പയറി ഓഫ് 1 ഇയർ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ഫയൽ ചെയ്യാൻ വേണം ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഓർ ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് അസസ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണോ ഏർലിയർ ആയിട്ട് സംഭവിക്കുന്നത്, അതായത് ഫസ്റ്റിൽ വരുന്ന ഏതാണോ അതിനുള്ളിൽ ഫയൽ ചെയ്യണമെന്നാണ് പറയുന്നത്. വെച്ചാൽ ബിഫോർ ദ എക്സ്പയറി ഓഫ് 1 ഇയർ അതൊന്ന്, അതായത് ഒരു 1 ഇയറിലെ എക്സ്പയറിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ, ഈ രണ്ട് കണ്ടീഷനിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതിൽ എന്തായാലും ഇത് ഫയൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ആൻ SSE ഈസ് സപ്പോസ്ഡ് ടു ഫയൽ റിട്ടേൺ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2019-20 by September 30, 2019. If it does not file the return up to 30th September 2019, then such return, if submitted after the said date, will be belated return. Such belated return may be submitted within 1 year from the end of the relevant assessment year up to 31st March 2021. If, however, the assessment is completed before the 31st March 2021, then such return should be submitted before the completion of assessment. The assessee is liable to pay an interest under section 234A. Second point, a penalty of ₹5,000 may be imposed under section 271F if belated return is submitted after the end of the assessment year. നമുക്ക് നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്നത് എന്താ, അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ആൻ SSE ഈസ് സപ്പോസ്ഡ് ടു ഫയൽ റിട്ടേൺ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2019-20 by September 30, 2019. അതാണ് ഡ്യൂ ഡേറ്റ്.
September 30, 2019 ആണ് ഈ പറയുന്ന ഈ എക്സാമ്പിളിൽ നമുക്ക് ഡ്യൂ ഡേറ്റ് ആയിട്ട് വരുന്നത്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഫയൽ ദ റിട്ടേൺ അപ് ടു 30th September 2019 ദെൻ സച്ച് റിട്ടേൺ ഇഫ് സബ്മിറ്റഡ് ആഫ്റ്റർ ദ സെറ്റ് ഡേറ്റ് വിൽ ബി ബിലേറ്റഡ് റിട്ടേൺ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ബിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ പറയുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30th September 2019 ആണ്. ആ ഡേറ്റിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ അത് നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. ഇനി ബിലേറ്റഡ് റിട്ടേണിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ് എന്നാൽ നമുക്ക് ബാക്കി ഫോളോ അപ്പ് ആയിട്ട് പറയുന്നുണ്ട്. സച്ച് ബിലേറ്റഡ് റിട്ടേൺ മേ ബി സബ്മിറ്റഡ് വിത്തിൻ 1 year ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ അപ് ടു 31st 2021. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സച്ച് ബിലേറ്റഡ് ഇയർ ഷുഡ് ബി സബ്മിറ്റഡ് 1 year ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ അപ് ടു 31st March 2021. അപ്പോൾ ആ ബിലേറ്റഡ് റിട്ടേൺ നമുക്ക് അവർ അലോഡ് ചെയ്യുന്ന ടൈം പീരീഡ് എന്ന് അറിയുന്നത് എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ, അതായത് നമ്മൾ 30th September ശേഷം അടയ്ക്കുകയാണെങ്കിൽ വിത്തിൻ 31st March 2021 വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടയ്ക്കണം. ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ നമ്മൾ ആ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇഫ് ഹൗ എവർ ദ അസസ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ് ബിഫോർ 31st March 2021 ദെൻ സച്ച് റിട്ടേൺ ഷുഡ് ബി സബ്മിറ്റഡ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് അസസ്മെൻറ്റ്. അപ്പോൾ അതെന്താ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മാക്സിമം എലോ ദ ടൈം എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ് March 31st വരെ 2021 വരെ ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എന്താ പറയുക, അസസ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ് ബിഫോർ 31st March 2021, അതായത് നമുക്ക് അലോ ചെയ്ത ടൈമിനെക്കാട്ടും നമ്മൾ മുന്നേ നമ്മൾ റിട്ടേൺ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ സച്ച് റിട്ടേൺ ഷുഡ് ബി സബ്മിറ്റഡ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് അസസ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ നമ്മൾ അസസ്മെൻറ്റിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ അതിൽ വരുന്ന 2 കണ്ടീഷൻസാണ് പറയുന്നത്. ദ അസസി ഈസ് ലയബിൾ ടു പേ ആൻ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A. നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ നമ്മൾ പറഞ്ഞ ഡേറ്റിന് അടയ്ക്കാത്തതുകൊണ്ടാണ് അത് ബിലേറ്റഡ് റിട്ടേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇതിന് ചെറിയൊരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അസസി ഈസ് ലയബിൾ ടു പേ ആൻ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A ആണ് ഫസ്റ്റിൽ. സെക്കൻഡിൽ വരുന്നത് പെനാൽറ്റി ഓഫ് ₹5,000 മേ ബി ഇമ്പോസ്ഡ് അണ്ടർ സെക്ഷൻ 271F ഇഫ് ബിലേറ്റഡ് റിട്ടേൺ ഈസ് സബ്മിറ്റഡ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ അസസ്മെൻറ്റ് ഇയർ. സോറി കേട്ടോ, നേരത്തെ പറഞ്ഞതല്ല. ഈ എൻഡ് ഓഫ് ദ നമ്മൾ കൊടുക്കുന്ന ഈ അസസ്മെൻറ്റ് ഇയറിൽ, അതായത് 31st March 2021 ശേഷവും ആണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു ₹5,000 പെനാൽറ്റി ഉണ്ട്. മാക്സിമം നമുക്ക് അലൗഡ് ചെയ്യുന്ന ഈ അസസ്മെൻറ്റ് ഇയറിൽ 31st March 2021 തന്നെ നമ്മൾ ഇത് ചെയ്തിരിക്കണം. അതർവൈസ് പെനാൽറ്റി ഓഫ് ₹5,000 ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ അസസി. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഹെഡാണ് റിവൈസ് റിട്ടേൺ സെക്ഷൻ 139(5). അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇഫ് എനി പേഴ്സൺ ഹാവിംഗ് ഫേർണിഷ്ഡ് എ റിട്ടേൺ ഡിസ്കവേർഡ് എനി ഒമിഷൻ ഓർ എനി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ദർ ഇൻ ഹി മേ ഫർണിഷ് എ റിവൈസ് റിട്ടേൺ അറ്റ് എനി ടൈം ബിഫോർ ദ അസസ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓർ ബിഫോർ ദ ഫിനാൻസ് ആക്ട് 2017 ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ വിച്ച് ഈസ് ഏർലിയർ. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞത് റിട്ടേൺസിൻ്റെ പറ്റിയിട്ടാണ്, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്നത് അതുവരെ പറഞ്ഞത്. ഇപ്പോൾ എനി പേഴ്സൺ ഹാവിംഗ് ഫർണിഷ്ഡ് എ റിട്ടേൺ ഡിസ്കവേർഡ് എനി ഒമിഷൻ ഓർ എനി റോങ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേണിൽ എന്തെങ്കിലും ഒമിഷൻസ് എന്ന് പറയാൻ എന്താ, ഇപ്പം നമ്മൾ കാര്യങ്ങൾ ഏതെങ്കിലും എന്താ പറയുക ഇൻക്ലൂഡ് ആവാണ്ട് എക്സ്ക്ലൂഡ് ആയി പോകുന്ന സ്റ്റേജാണ് ഒമിഷൻ. ഓർ എനി റോങ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ഹി മേ ഫർണിഷ് എ റിവൈസ് റിട്ടേൺ അറ്റ് എനി ടൈം ബിഫോർ ദ അസസ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓർ ബിഫോർ. എന്നുവെച്ചാൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്നുവെച്ചാൽ എന്താ റെലവൻ്റ് ആയിട്ടുള്ള എന്താ പറയുക റിലയബിൾ ആയിട്ടുള്ള ഒരു റിവൈസ് റിട്ടേൺ നമ്മൾ ഓൾറെഡി ഫർണിഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഒമിഷൻസും ഈ റോങ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വരുന്നുണ്ടാണെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് റിലയബിൾ ആയിട്ടുള്ള ഒരു ന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. എന്നുവെച്ചാൽ കംപ്ലീറ്റഡ് ബിഫോർ ദ ഫിനാൻസ് ആക്ട് 2017 ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ വിച്ച് എവർ ഈസ് ഏർലിയർ. എന്നുവെച്ചാൽ ആ അസസ്മെൻറ്റ് ഇയറിലെ എൻഡിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഇങ്ങനെ ഈ കേസിൽ വരികയാണെങ്കിൽ അതിൻ്റെ എൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാക്സിമം ടൈം പീരീഡ് അവരെ അലോഡ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ തന്നെ ന്യൂ ആയിട്ടുള്ള ഫയലിംഗ് നമ്മൾ ചെയ്തിരിക്കണം. അതോ അല്ലെങ്കിൽ 2 കണ്ടീഷനാണ് പറയുന്നത്. വിച്ച് എവർ ഈസ് ഏർലിയർ കംപ്ലീറ്റഡ് ഓർ ബിഫോർ ദ ഫിനാൻസ് ആക്ട് 2017, അതോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ വിച്ച് എവർ ഈസ് ഏർലിയർ. ഈ 2 കേസിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ഈ പാരഗ്രാഫിൽ പറയുന്നത് വെച്ചാൽ എന്താ പറയുക, ഈ അസസി എന്താ പറയുക ബോധപൂർവം ചെയ്യാത്ത കേസാട്ടോ പറയുന്നത്. അതായത് എന്താ പറയുക മിസ്റ്റേക്കിൽ പറ്റുന്നതായിരിക്കും, അല്ലാണ്ട് അങ്ങനെ വരുന്ന. ഇനിയിപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നത് ബട്ട് ഇഫ് ആൻ അസസി
deliberately files a false return, he will be liable to be imprisoned under section 277 and he will not be condoned by filing a revised return. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയുക, നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് എന്താ പറയുക, നമ്മൾ ബോധമല്ലാണ്ട് ചെയ്യുന്നത്, നമുക്ക് എന്താ പറയുക, നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കേസിൽ വരുമ്പോഴാണ് നമുക്ക് റിവൈസ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരിക. എന്നുവെച്ചാൽ നമുക്കൊന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഈ ഫോൾസ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് പഴയ തന്നെ നമുക്കൊന്ന് ഓൾട്ടർ വരുത്തിയിട്ട് ആ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് റിവൈസ് ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളെ അടുത്ത് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കിൽ വരുന്നതാണ്. പക്ഷേ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താ, ഡെലിബറേറ്റ്ലി എന്ന് വെച്ചാൽ മനഃപൂർവ്വം എന്ന് വെച്ചാൽ അത് തെറ്റണം എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഫോൾസായിട്ട് എന്ന് വെച്ചാൽ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ he is liable to be imprisoned under section 277 and he will not be condoned by filing a revised return. വെച്ചാൽ അങ്ങനെ ഡെലിബറേറ്റ്ലി ആരെങ്കിലും ഫയൽ ചെയ്താൽ അണ്ടർ സെക്ഷൻ 277 പ്രകാരം ഇംപ്രിസൺഡ് എന്ന് വെച്ചാൽ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്നവരെ വകുപ്പുള്ള ഒരു ക്രൈമാണത്. അപ്പോൾ അങ്ങനത്തെ ആ കേസിൽ ഈ അസസിക്ക് എന്താ റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ആഫ്റ്റർ ഫയലിംഗ് ബിലേറ്റഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 4 എ റിവൈസ്ഡ് റിട്ടേൺ cannot be filed under section 139 or 5. The assessee can file a revised return under section 139(5) if he has filed the return under section 139 or under section 142 and 1 only. അപ്പോൾ അസസിക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ എന്താ പറയുക സെക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ആഫ്റ്റർ ഫയലിംഗ് ബിലേറ്റഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 4 എ റിവൈസ്ഡ് റിട്ടേൺ cannot be filed under section 139(5). എന്നുവെച്ചാൽ 139(4) പ്രകാരമാണ് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വെച്ചാൽ എ റിവൈസ്ഡ് റിട്ടേൺ cannot be filed under section 139(5). 139 സബ്സെക്ഷൻ 4 പ്രകാരമാണ് നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വെച്ചാൽ റിവൈസ്ഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല അണ്ടർ സെക്ഷൻ 139(5) പ്രകാരം. The assessee can file a revised return under section 139(5) if he has filed the return on the basis of section 139 or 1 or under section 142 1 only. ഇപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞത് ഫയൽ ചെയ്യാൻ പറ്റാത്ത കേസാണ്. നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ നമുക്ക് ഈ 139 or 1 or 142 or 1 ഈ രണ്ട് സെക്ഷൻ പ്രകാരമാണ് നമ്മൾ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്താ പറയുക റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് കേട്ടോ അതിൽ. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ് റിക്വയർഡ് ടു ബി ഫർണിഷ്ഡ് വിത്ത് റിട്ടേൺ 139(6). അപ്പോൾ നമ്മൾ എന്താ പറയുക റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻ സെർട്ടൻ കേസസ് ദ അസസി ഈസ് റിക്വയർഡ് ടു ഫർണിഷ് ദീസ് ഡീറ്റെയിൽസ്. അതിൽ വരുന്നതാണ് ഇൻകംസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ് അറിയുന്ന കാര്യമല്ലേ. ടാക്സിൽ വരാത്ത ഇൻകംസ് ഏതൊക്കെയാണോ അത് വരും. അസറ്റ്സ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് നേച്ചർ ആൻഡ് വാല്യൂ ബിലോങ്ങിങ് ടു ഹിം. ഓക്കെ. ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഹെൽഡ് ബൈ ഹിം. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ എക്സ്പെൻഡിച്ചർ എക്സീഡിങ് ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇൻക്വേർഡ് ബൈ ഹിം എന്ന് വെച്ചാൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിന് നമുക്കൊരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. അതിൽ എക്സീഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഏതാണോ അതിന് പറ്റിയിട്ടുള്ളത് അതാണ് പറയുന്നത്. പിന്നെ അതിൽ വരുന്നതാണ് ഇൻഫോർമേഷൻ ടു അക്കമ്പനി ദ റിട്ടേൺ സെക്ഷൻ 139(6)(a). അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇൻ സെർട്ടൻ കേസസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഷുഡ് ഓൾസോ അക്കമ്പനി ദ റിട്ടേൺ ബിസൈഡ്സ്. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞ പർട്ടിക്കുലേഴ്സിൽ വരുന്ന എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏതൊക്കെ നോക്കാം. ലൊക്കേഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലേസ് ആൻഡ് ബ്രാഞ്ച് ഓഫീസസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, ഷെയർ ഓഫ് ഈച്ച് പാർട്ട്ണർ, ഓഡിറ്റ് റിപ്പോർട്ട്. അത് അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്താൽ നന്നാവും. അതിൽ തന്നെ വരുന്നതാണ്. അതൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലാസ്റ്റായിട്ട് വരുന്ന ടോപ്പിക്കാണ് കമ്പൾസറി റിട്ടേൺ സെക്ഷൻ 142(1)(1). അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ വേർ എനി പേഴ്സൺ ഈസ് അസസിബിൾ എയ്തർ ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ഇൻകം ഓർ income of any other person he has not furnished the return under section 139(1), the assessing officer may be served a notice on such person requiring him to furnish the return. എന്നുവെച്ചാൽ എന്താ പറയുന്നത് ഏതെങ്കിലും ഒരു പേഴ്സൺ അസസിബിൾ ആണെങ്കിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിനോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക അദ്ദേഹത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ ഇൻകത്തിനോ അദ്ദേഹം അസസിബിൾ ആണ് എന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കാൻ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെങ്കിൽ ആൻഡ് പിന്നെ വരുന്ന കണ്ടീഷൻ ഹി ഹാസ് നോട്ട് ഫർണിഷ്ഡ് ദ റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(1),
വെച്ചാൽ ഓൾറെഡി അദ്ദേഹം എന്താ പറയുക റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി അഥവാ അദ്ദേഹം അങ്ങനെ ടാക്സ് അസസബിൾ ആയിട്ടും ഈ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ദ അസസിങ് ഓഫീസർ മേ ബി സെർവ് എ നോട്ടീസ് ഓൺ സച്ച് പേഴ്സൺ റിക്വയറിങ് ഹിം ടു ഫർണിഷ് ദ റിട്ടേൺ. എന്ന് വെച്ചാൽ അസസിങ് ഓഫീസർ നോർമലി അദ്ദേഹം ചെയ്യേണ്ടതാണ്, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലുള്ള കേസാണ് പറയുന്നത്. ചെയ്തിട്ടില്ലെങ്കിൽ ദ അസസിങ് ഓഫീസർ, അതായത് അസസിങ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടീസ് അയക്കും. ആ നോട്ടീസിൽ എന്താ പറയുന്നത് വെച്ചാൽ വിത്തിൻ ദ ടൈം പീരീഡ്, അതായത് അതിലൊരു മാക്സിമം ടൈം പീരീഡ് പറയും. ആ ടൈം സ്പെസിഫൈഡ് ചെയ്ത പീരീഡിനുള്ളിൽ തന്നെ ഈ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതർവൈസ് ഹി ഈസ് ലയബിൾ ടു പേ പീനൽ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, വിത്തിൻ എ സ്പെസിഫൈഡ് ഡേറ്റ്, അവർ പറയുന്ന ഒരു മാക്സിമം ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഇത് ഫയൽ ചെയ്തിരിക്കണം. അതർവൈസ് അതിൻ്റെ പോലുള്ള എന്താ പറയുക കുറച്ച് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത് ലാസ്റ്റ്, ഹി ഈസ് ലയബിൾ ടു പേ എ പീനൽ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A. പിന്നെ അതിൽ വരുന്നൊരു പോയിൻ്റാണ് ആധാർ നമ്പർ ഈസ് മാൻഡേറ്ററി. നമുക്ക് നോക്കാം. വിത്ത് എഫക്ട് ഫ്രം 1/4/2019 ഇറ്റ് ഷാൾ ബി മാൻഡേറ്ററി ഫോർ എ പേഴ്സൺ ഫർണിഷിംഗ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം ടു കോഡ് ഹിസ് ആധാർ നമ്പർ ഇൻ റിട്ടേൺ അൺലെസ് സ്പെസിഫിക്കലി എക്സെപ്റ്റഡ് ബൈ എ നോട്ടിഫിക്കേഷൻ. എന്നുവെച്ചാൽ ഇതിൽ പുതിയതായിട്ട് വന്നിട്ട് എന്താ പറയുക ഒരു കണ്ടീഷനാണ്, ഇത് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. വെച്ചാൽ വിത്ത് എഫക്ട് ഫ്രം എന്ന് വെച്ചാൽ 1/4/2019 പ്രകാരം ഇറ്റ് ഷാൾ ബി മാൻഡേറ്ററി ഫോർ എ പേഴ്സൺ ഫർണിഷിംഗ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം. ചില ഒരു പേഴ്സണ് നിർബന്ധമാണെന്ന് വെച്ചാൽ വിത്ത് എഫക്ട് ഫ്രം 1/4 എന്ന് വെച്ചാൽ നമ്മളെ ഇത് മാറിയല്ലോ ഓരോന്നും. ടാക്സ് നമ്മൾ ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ലല്ലോ, പുതിയത് ഓരോന്ന് വരല്ലേ. എന്ന് വെച്ചാൽ 1/4/2019 പ്രകാരം എന്ന് വെച്ചാൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ എല്ലാ പേഴ്സണും അദ്ദേഹത്തിൻ്റെ ആധാർ നമ്പർ ഇതുമായിട്ട് എന്താ പറയുക കോട്ട് ചെയ്യണം. അതായത് ആധാർ നമ്പർ ഇതിലായിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. അത് ഒരു നിർബന്ധമാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.